ഗെയ്സ്, നമ്മൾ റോബറിയൊക്കെ ചെയ്ത് പോലീസിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. അല്ല, അതെന്തോ ആ മരത്തിൽ ആരും കിട്ടുന്നു. അത് പെണ്ണാണോ? അങ്ങോട്ട് പോകണോ? പെണ്ണാണ്, സൂസൈഡ് ചെയ്താന്ന് തോന്നുന്നു. താഴെ കസാരയൊക്കെ കിടക്കുന്നു. എനിക്ക് തോന്നുന്നു ഈ പെണ്ണ് സൂസൈഡ് ചെയ്താന്ന് തോന്നുന്നു. സൂസൈഡ് ചെയ്തതാണോ അത് ആരെങ്കിലും കൊന്ന് ഇവിടെ മരത്തിൽ കെട്ടിയതാണോ എന്നും കിടായിട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മുടെ വീട്ടിൽ എന്തിനാ ഈ കൊച്ചു വന്ന് സൂസൈഡ് ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് ഒരു കാര്യം, ഞാൻ പോലീസിനെയും ആംബുലൻസിനെയും റെസ്ക്യൂക്കാരെയൊക്കെ വിളിക്കാം. ബെല്ല് പോകുന്നുണ്ട്. അവരെ നമ്മുടെ ഫ്രാങ്കിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പോലീസും ആംബുലൻസൊക്കെ വന്നിട്ടുണ്ട്. റെസ്ക്യൂവും പിന്നെ ഫയർഫോഴ്സൊക്കെ വന്നു. ഇല്ല, കറുത്ത ഷർട്ട് ഇട്ടവനാണ് മെയിൻ ആള്. നമ്മളെന്തിനാ ഇത്ര ടെൻഷൻ അടിക്കുന്നേ? എന്നാലും ആ പെണ്ണെന്തിനാ അടിച്ചേ? അതൊന്നും നോക്കണ്ട. വന്നിട്ട് ഇതൊരു വീട്ടിൽ പോലും കയറിയിട്ടില്ല. പോയി ഇച്ചിരി നേരം റെസ്റ്റൊക്കെ എടുക്കാം. ഞാൻ റോബറി ചെയ്ത് എനിക്ക് കുറച്ച് പൈസ കിട്ടിയിട്ടില്ലായിരുന്നു ഗൈസ്. ആ പൈസ എനിക്ക് കിട്ടിയായിരുന്നു. നമുക്ക് അതൊക്കെ ഒരു കാര്യമാക്കാം. നിൽക്ക്. രാവിലെ ഇതെന്തോ ഒരു എന്തോ ഇത് ഗൈസ്, ഏതൊരു പെണ്ണ് മണ്ടയ്ക്കടക്കുന്നേ പ്രേതം ഇനി തറയിലൊക്കെ പൂക്കളോ. എനിക്ക് പേടിയാണ് ഗൈസ്. നമുക്ക് പയ്യെ നോക്കാം. ഇത് വെച്ചാൽ നമ്മൾ അവിടെ കണ്ട ആ പെണ്ണല്ലേ സൂസൈഡ് ചെയ്തേ. പെണ്ണ് നമ്മുടെ വീട്ടിൽ പ്രേതമായിട്ട് വന്നു തോന്നുന്നു. അവിടെ ആരും ഇരിക്കുന്നല്ലോ. അത് എനിക്ക് തോന്നിയതാണോ? അവിടെ ആരും അവിടെ. എനിക്ക് പേടിയാകുന്നു. നമുക്കൊരു കാര്യം ഇവിടുന്ന് ഓടി രക്ഷപ്പെടാം ഗൈസ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യ്, ലൈക്ക് ചെയ്തിട്ടില്ലേ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗൈസ്. ഇതാരാ ഗൈസ്? ഇത് നമ്മുടെ ചോപ്പിനെ ഇല്ലേ ജീവനോട് കൊന്ന് തിന്നുന്നു ഗൈസ്. ഇതാര് ഇവര് ഗൈസ്? ഇവര് ചോപ്പിനെ കൊന്നാൻ പിടിച്ചോടാ ഗൈസ്. ഇവരൊരു ജോക്കറാണ് ഗൈസ്. ചോപ്പിനെ കൊന്ന് അവിടുത്തെ ഇരുന്നു. ഗൈസ് അങ്ങോട്ട് രക്ഷപ്പെടാം. ചോപ്പ് മരിച്ചു. ഇനി ഞാൻ മരിക്കാതെ നോക്കണം. ബൈക്ക് എടുത്തിട്ട് രക്ഷപ്പെടാം. എന്നിട്ട് നമുക്ക് ഏതെങ്കിലും അച്ഛനെ കൊണ്ടുവരാം. പള്ളിയിൽ അച്ഛനെ കൊണ്ടുവന്നിട്ട് പ്രേതത്തെ ഒഴിപ്പിക്കാൻ നോക്കാം. പിന്നെ പള്ളിയിലച്ഛൻ ഹോളി വാട്ടറൊക്കെ ഇവിടെ തരിക്കുമ്പോഴേക്കും പ്രേതമൊക്കെ പോവും. എന്നാലും എന്തിനായിരിക്കും ആ പെണ്ണ് ആത്മഹത്യ നമ്മുടെ വീട്ടിൽ ചെയ്തിട്ട് നമ്മളിങ്ങനെ പ്രേതമായിട്ട് ശല്യപ്പെടുന്നത്? നമ്മളങ്ങനെ കുരിശുപള്ളി എത്തിയിട്ടുണ്ട്. വലിയ ചർച്ചിലാണ് എത്തിയത്. അച്ചോ എന്തോടാ ഫ്രാങ്ക്ലിനെ? എൻ്റെ വീട്ടിലൊരു പെണ്ണ് പ്രേതമായിട്ട് വന്നു. ആ പെണ്ണ് കുറച്ച് മുമ്പ് സൂസൈഡ് ചെയ്ത് മരിച്ചാണ്. ആണോ? ഞാൻ ഹോളി വാട്ടർ വെച്ച് തരിക്കാൻ നോക്കട്ടെ. അച്ഛൻ പറഞ്ഞു ഹോളി വാട്ടർ വെച്ചൊന്ന് തരിച്ചു ഒന്ന് ഒഴിച്ചു നോക്കട്ടെ, പ്രേതം പോകുന്നുണ്ടാണ്. ഇപ്പം അച്ഛൻ ഇവിടെ പെണ്ണ് തൂങ്ങി മരിച്ചേ. പക്ഷെ ഇപ്പം ആ ബോഡി മറ്റേ പോലീസ് ഇവരെ കൊണ്ടുപോയി. ഫ്രാങ്ക്ലിനെ അച്ഛൻ ഇവിടെ നമ്മൾ വീട്ടിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. ശരിക്കും വീട്ടില് ഇതാരാന്ന് എനിക്കറിയത്തില്ല. ഇതേതാ പുള്ളിക്കാരൻ? ട്രൗസ് മാത്രമേ പുള്ളിക്കാരൻ ഇട്ടു. ഇപ്പം ഇവിടെ കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു. ഇതെന്തോ സംഭവം? ഇവിടെ എന്തോ സംഭവം അച്ഛൻ? ആ പ്രേതം ഇവിടെ എങ്ങോട്ട് മിന്നി എന്നെ. മറ്റേ പൂക്കെ അവിടെ പോയി. എണീച്ചപ്പോൾ ഇവിടെ കുറച്ച് പൂക്ക് കിടപ്പുണ്ടായിരുന്നു. ഇപ്പം ഇവ മാത്രമേ കിടപ്പുള്ളൂ. നമുക്ക് നേരെ നമ്മുടെ ബെഡ്റൂമിലോട്ട്
പോയി നോക്കാം. അടല്ലേ നമ്മൾ അവളെ കണ്ടേ. അച്ചോ പേടിച്ചിരിക്കാതെ. ഈ പേടിയൊന്നും ഇല്ലടാ. ഞാൻ പിന്നെ ഈ ബാക്ക്ഗ്രൗണ്ടൊന്ന് സൂക്ഷിച്ചു നോക്കിയതാ. ആ ഓടി അതിൻ്റെ ആത്മാവാന്ന് തോന്നുന്നു. തേണ്ടച്ച പുറകെ നോക്ക് മിന്നി. തിരിഞ്ഞു നോക്കണം. അച്ചു എന്നെയാണല്ലേ. അപ്പം സച്ചിൻ പൂജയൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അവളെ ഒഴിപ്പിക്കാൻ പറ്റുമായിരിക്കും അല്ലേ. പൂജ ചെയ്തിട്ടൊന്നും പോകുന്നില്ലെന്ന് തോന്നുന്നല്ലോ. എനിക്ക് പേടിയാകുന്നു. അച്ഛൻ എന്തൊക്കെ പോണേ. എനിക്ക് പേടിയാവുന്നു. ഇവിടെ വെളിയിൽ നിൽക്കണോ. പ്രേതം ഇവിടുന്ന് എന്നാലും ആ ബോഡി ഏതാ കിടക്കുന്നത്. ഏത് പുള്ളിക്കാണ് അവിടെ കിടക്കുന്നത്. ഒന്ന് പോയി ഒന്ന് നോക്കിയിട്ട് വരാം കേസ്. പിന്നെ ഏതായി ഇവിടെ കണ്ട് കഥ അടച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കാര്യം ചെയ്യാം. ഇവിടെ എന്തോ ഹൊറിഫുള്ളായിട്ട് ഫീൽ ചെയ്യുന്നു എനിക്ക്. പോലീസൊക്കെ പോകുന്നുണ്ടല്ലോ. അച്ചോ എന്തുവാ ഈ പ്രേതം ഒഴിയണമെങ്കിൽ പറഞ്ഞ ഈ പുള്ളിക്കാരൻ പറഞ്ഞ പ്രേതത്തെയൊക്കെ എന്തോ ഒഴിപ്പിച്ചു. ഇതെന്തോ കൊലപാതകമാണെന്നൊക്കെയാണ് പള്ളിയിലച്ഛൻ പറഞ്ഞത്. പറഞ്ഞു പൈസയൊക്കെ പിന്നെ മതി, എന്നിട്ട് ആളുടെ കേസിലോട്ടാക്കാൻ. ഞാൻ മലയൊക്കെ കയറി നേരെ പോവാണ് കേസ്.